നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. 7 ആർസികൾ വ്യാജമായി നിർമ്മിക്കപ്പെട്ടെന്ന് സംബന്ധിച്ച തിരൂരങ്ങാടി ജോയിന്റ് RTO CP സക്രിയ. വ്യാജ RC എന്ന് സംശയിക്കുന്ന 7ഓളം RC തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടപടി സ്വീകരിക്കുന്നതിനും മറ്റുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിക്കുകയും ചെയ്തു. വ്യാജന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അപേക്ഷകരെ നേരിൽ കേൾക്കുന്നതിനു വേണ്ടി നോട്ടീസ് നൽകുകയും പുതിയ RC അപേക്ഷകന് നൽകാതെ ഓഫീസിൽ തന്നെ തടഞ്ഞുവെച്ചതായും മറ്റൊരു സർവീസും നൽകാതിരിക്കുന്നതിനു വേണ്ടി ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതായും ഓഫീസർ പറഞ്ഞു. ഓഫീസിലേക്ക് ഒരു നമ്പർ വെച്ച് ഒരു കോൾ വന്നതാണ്. ആ നമ്പർ ഒരു ട്രാൻസ്ഫർ നടന്നത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വന്നതാണ്. ആ നമ്പർ പരിശോധിച്ചപ്പോൾ അതിൽ ചില അപാധകൾ നമ്മൾ കണ്ടു. അത് ഫേസ്ലെസ് ആയിട്ട് വന്ന അപേക്ഷയാണ്. OTP വരാതാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള മനസ്സിലാക്കിയത്. അപ്പോൾ അതിനെതിരെ അപ്പം തന്നെ അന്ന് തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇത് കൂടുതൽ നമ്മൾ പരിശോധിച്ചപ്പോൾ 6ഓളം കേസുകൾ വീണ്ടും കിട്ടി. ഉടനെ തന്നെ പോലീസിൽ അതിൻ്റെ വണ്ടി നമ്പറും എല്ലാം വെച്ച് പോലീസിനത് കൈമാറുകയും ചെയ്തു. ഈ വിവരം കേസെടുത്തെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഈ വിവരം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ അറിയിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് നടപടിക്കും ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട്. SSG സെല്ലിനും അറിയിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലെ SSG സെല്ലിനും അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഉടനെ തന്നെ നടപടി എടുക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് വിവരം കിട്ടിയത്. ഇത് പരാതി ഇവിടെ ഓഫീസിൽ കണ്ടുപിടിച്ച് പരാതി നൽകിയത് തിരൂരങ്ങാടി ഓഫീസിൽ നിന്നാണ്. എന്നിട്ട് തിരൂരങ്ങാടി ഓഫീസിനെതിരെ തന്നെ പരാതി പറയുന്നത് ശരിയില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. തിരൂരങ്ങാടി ഓഫീസറും തിരൂരങ്ങാടി ഓഫീസിലെ സ്റ്റാഫുകളുമാണ് ഇത് കണ്ടുപിടിച്ച് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിരിക്കുന്നത്. അത്രേ പറയാനുള്ളൂ. ഇത് ഫേസ്ലെസ് ആയിട്ട് വന്ന അപേക്ഷയാണ്. ഈ ഫേസ്ലെസ് ആയിട്ട് വന്നത് അപേക്ഷയിൽ OTP വരാതെ എന്തോ മാർഗത്തിൽ സോഫ്റ്റ്വെയറിൽ എന്തോ മാർഗത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓഫീസിൽ നിന്ന് അപ്ഡേഷൻ നടത്തി കൊടുക്കുകയോ OTP വരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് OTP വരാതെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അതിന് കണ്ടെത്താൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ആളുകളെ അറിയിച്ചിട്ടുണ്ട്. വകുപ്പ് തലത്തിലുള്ള അന്വേഷണം ട്രാൻസ്പോർട്ട് കമ്മീഷണറല്ലേ അവരെ അറിയിക്കും. ഒരു പരാതി ഓഫീസിൽ ഫോണിലൂടെ വന്നത് കൂടുതൽ നമ്മൾ കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോൾ 6ഓളം കേസുകൾ വീണ്ടും കിട്ടുകയില്ല. അത് ഉടനെ തന്നെ അതും പോലീസ് സ്റ്റേഷനിൽ കൈമാറുക ചെയ്തത്. സാധാരണ ഈ മാറ്റി കണ്ടിട്ടില്ല, ഫോൺ നമ്പർ മാറിയിട്ടില്ല. ഇത് OTP വരാതെ എന്തോ മാർഗത്തിൽ ചെയ്തിരിക്കുന്നത്. അത് എന്ത് മാർഗത്തിലാണെന്നുള്ള കണ്ടുപിടിക്കണം. സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയെന്നുള്ളതാണോ? കൃത്രിമ രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ SSG സെല്ലിന് അറിയിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെ എവിടെയും അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. നമ്മളിവിടുത്തെ ഇവിടെ ഓഫീസിൽ വന്ന രീതി ഇവിടെ വന്നതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വേറെ ഇവിടെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. പോയിട്ടില്ല, ഫോണിലേക്ക് പോയിട്ടില്ലേ? ഉടമന്റെ ഫോണിലേക്ക് OTP പോയിട്ടില്ല. മറ്റു നമ്പറിലേക്ക് പോയിട്ടുണ്ടോ? മറ്റു നമ്പറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് അപ്പോൾ വാങ്ങിയ ആളെ നമ്പറിലേക്ക് പോയിട്ടുണ്ട്. ആദ്യത്തെ ഓണർ നമ്പറിലേക്ക് പോയിട്ടില്ല. ഈ രണ്ടാമത്തെ നമ്പർ അപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ ഫോൺ നമ്പർ അതിലുണ്ടാവുമല്ലോ. അതന്നെ അല്ല, ആദ്യം ഒരു ഫോൺ നമ്പർ കൊടുക്കും, അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. പിന്നീട് രണ്ടാമത് കൊടുക്കുമ്പോൾ മാറ്റുമ്പോൾ പിന്നെ ഇയാൾക്ക് അല്ലേ OTP പോകേണ്ടത്? വാങ്ങിയ ആൾക്ക് ആദ്യത്തെ ആൾക്ക് പോകണ്ടേ? ആദ്യത്തെ ആൾക്ക് പോയിട്ടില്ല. അതാണ് നമ്മൾ അന്വേഷണത്തിന് വെച്ചിരിക്കുന്നത്. RC ഫേസ്ലെസ് ആയിട്ടാണ് അപേക്ഷ വന്നിരിക്കുന്നത്. ഫേസ്ലെസ് ആയിട്ട് വന്ന അപേക്ഷകൾ ഫേസ്ലെസ് ആയിട്ട് പെട്ടെന്ന് തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ ഫേസ്ലെസ്സിൽ അപേക്ഷകൾ. അത് പെട്ടെന്ന് തന്നെ ഓഫീസിലെ പ്രൊസീജിയർ അതിനനുസരിച്ച് പെട്ടെന്ന് തീർക്കും ചെയ്തിട്ടുണ്ട്. പുതിയ RC കൊടുത്തിട്ടില്ല. പുതിയ RC അല്ല നമ്മളിവിടെ എറണാകുളത്തെ പ്രിന്റിംഗ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു. അവിടെ നിന്ന് കത്തയച്ചു. അവിടെ നിന്ന് ഇവിടെ വരുത്തിച്ച് നമ്മൾ ഓഫീസിൽ നമ്മളെ കസ്റ്റഡിയിലാപ്പോഴും ഒരാൾക്കും RC വിട്ടു കൊടുത്തിട്ടില്ല. നമ്മളെ കസ്റ്റഡിയിലാ തിരുവരങ്ങാടി ഓഫീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ആർക്കും ഒരു ഉടമക്കും RC കൊടുത്തിട്ടില്ല.